നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 9-ാം ഭാവമാണ്. 1 മുതൽ 8 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം 9-ാം ഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. 9-ാം ഭാവം എന്ന് പറയുന്നത് പുണ്യഭാവമാണ്, ധർമ്മഭാവമാണ്, ഭാഗ്യഭാവമാണ്. ഭാഗ്യത്തിന് ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ജീവിതത്തെ ശക്തമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ളവർക്കും ഭാഗ്യം ഒരു വൈറ്റൽ ഘടകമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എത്രയോ സമയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല, ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താ പറയുക, ഭാഗ്യക്കുറവ് കൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഭാഗ്യഭാവത്തെക്കുറിച്ചാണ്, ധർമ്മഭാവത്തെക്കുറിച്ചാണ്, ഗുരുവിനെ ചിന്തിക്കുന്ന ഭാവത്തെക്കുറിച്ചാണ്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ക് ഫാക്ടർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരുപാട് പേരുടെ ഐഡിയാസ് പാളിപ്പോയിട്ടുണ്ട്. പുണ്യഭാവമാണ് ഈ ഭാവം. നേച്ചറിൻ്റെ സപ്പോർട്ടാണ് വാസ്തവത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ ഒരു ഭാഗമുണ്ട്. 5ഓളം വില്ലാളി വീരന്മാരെ വളർത്തിയ കുന്തിദേവി ഗർഭിണിയായ സ്ത്രീയെ അനുഗ്രഹിക്കുന്നത് ഭാഗ്യവന്തം പ്രസൂയതയെന്നാണ്. ഭാഗ്യമുള്ള കുഞ്ഞുങ്ങൾ നിനക്കുണ്ടാവട്ടെ എന്നാണ്. അസാമാന്യ പ്രതിഭാശാലികളായിട്ടുള്ള മക്കൾ തനിക്കുണ്ടായിട്ടും ഒരുപാട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ആ അമ്മയ്ക്ക് ഭാഗ്യത്തിൻ്റെ വില, ഒരുപാട് കഴിവുകൾക്കാട്ടിലുപരിയായിട്ട് ആ കഴിവുകൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഫലം ആണ് ഭാഗ്യം എന്ന് പറയുന്നത്. അതിൻ്റെ വില അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കണം വ്യാസഭഗവാൻ നമുക്ക് ആ ഒരു ഭാഗം മഹാഭാരതത്തിൽ പറയുന്നത്. വളരെ രസമുള്ള ഒരു ശ്ലോകമാണിത്. ഭാഗ്യവന്തം പ്രസൂയത, നിനക്ക് ഭാഗ്യമുള്ള സന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 5-ാം ഭാവവും 9-ാം ഭാവവും പൂർവജന്മത്തെക്കുറിച്ച് കാണിക്കുന്നതാണ്. നമ്മുടെ സോളിൻ്റെ ക്യാരക്ടറിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പുണ്യഭാവമാണ്. അതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങൾ, മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, ത്യാഗം, അതേപോലെ തീർത്ഥയാത്രകൾ, നമ്മുടെ ദയാദാക്ഷിണ്യങ്ങൾ, ലോങ് ജേർണീസ്, ഇതെല്ലാം 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. നമ്മുടെ വംശശുദ്ധി ചിന്തിക്കുന്നത് 9-ാം ഭാവം കൊണ്ടാണ്. 9-ാം ഭാവത്തിൻ്റെ ശുദ്ധിയാണ് പലപ്പോഴും ജീവിതത്തിൽ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് കാണിച്ചു തരുന്നത്. വളരെ എവിഡൻ്റായിട്ട് കാണിച്ചു തരും. പാരമ്പര്യം, 9-ാം ഭാവം, 9-ാം ഭാവാധിപൻ, 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്നിവരാണ് ഇവരുടെ വംശശുദ്ധിയെ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, തറവാട്ടിൽ പിറന്നവരാ, അല്ല നല്ല കുടുംബത്തിൽ ജനിച്ചാന്നൊക്കെ പറയില്ലേ. അതിന് കാരണം ഭാഗ്യം ധർമ്മം ച ശ്യാലം ച എന്ന് തുടങ്ങുന്ന ശ്ലോകം പരാശരഹോരയിൽ 1-ാമത്തേത് ഭാഗ്യം പറയും, 2-ാമത്തേത് ധർമ്മമാണ് പറയുന്നത്. ധർമ്മം എന്ന് പറയുമ്പം നമ്മുടെ നീതി, നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ റോയലിറ്റി, നമ്മുടെ എത്തിക്സ്, നമ്മുടെ ലോയലിറ്റി, ക്വാളിറ്റി, നമ്മളൊരു വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, നമ്മൾ നമ്മുടെ സഹജീവികളോട് കാണിക്കുന്ന പ്രാധാന്യം, ചുമ്മാ തന്നെ ജീവിച്ചു പോകുന്നല്ലാതെ ആ വളരെ എവിഡൻ്റായിട്ട് നമ്മൾ നമ്മുടെ സഹജീവികളോട് കൊടുക്കുന്ന റെസ്പെക്റ്റ്, നമ്മളവർക്ക് കൊടുക്കുന്ന വാല്യൂ, നമ്മളോട് ഇടപെടുന്നവരുടെ ജീവിതത്തിന് കൊടുക്കുന്ന വാല്യൂ, ഇതെല്ലാം 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ ഭാവമാണ് തീർത്ഥയാത്രകളെന്ന് പറഞ്ഞല്ലോ. പൂർവജന്മ ദുരിതമായിട്ട് വരുന്ന പല കാര്യങ്ങളും കർമ്മസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കാത്തവർക്ക് എൻ്റെ ക്ലാസ് ഒട്ടും ഇഷ്ടാവില്ല. കർമ്മസിദ്ധാന്തത്തിൽ ഊന്നി നിന്ന് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. കർമ്മവിഭാഗ പ്രായശ്ചിത്തത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്, പുണ്യം നേടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്
പൂർവ്വന്ന ഹൃതം ഭാവം വ്യാധിരൂപേണ ചെയ്ത് നമുക്ക് ദുഃഖമായിട്ട് വരുന്നത് കർമ്മഭാണ്ഡങ്ങളാണ്. സഞ്ചിത പ്രാരാബ്ധങ്ങളും ആ പ്രാരാബ്ധം നേടാൻ വേണ്ടി തീർക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ആഗമികങ്ങളുമാണ് വാസ്തവത്തിൽ കർമ്മഫല സൂചകങ്ങൾ. മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള സെൽഫ് റിയലൈസേഷനിലേക്ക് സഞ്ചരിക്കേണ്ട പ്രധാന ഒരുപാട് കാര്യങ്ങൾ സൂചന നൽകുന്ന ഭാഗമാണ് 9-ാം ഭാവം. ഒന്നാമത്തേത് തീർത്ഥാടനമാണ്. ഒരുപാട് യോഗ്യന്മാരുടെ തപസ് കൊണ്ടും മന്ത്രസ്പന്ദങ്ങൾ കൊണ്ടും ഒരു എനർജി റിയാക്ടർ പോലെ, സ്പിരിച്വൽ എനർജിയുടെ റിയാക്ടർ പോലെ കെട്ടി നിർത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണ് പുണ്യസ്ഥലങ്ങൾ. ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലവും ഒരു നിത്യേന പൂജ നടക്കുന്ന ഒരു ക്ഷേത്രവും തമ്മിൽ ഒരേപോലെ അല്ലല്ലോ അവിടുത്തെ ഫീൽ. അപ്പം നൂറ്റാണ്ടുകളായിട്ട് മന്ത്രസ്പന്ദങ്ങൾ വളരെ പോസിറ്റീവായിട്ടും മനുഷ്യനും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോകുന്നത് നമുക്ക് പുണ്യത്തിന് ഭാഗ്യത്തിനും വഴിയൊരുക്കും. അതുപോലെ ഗുരുവിനെ ചിന്തിക്കുന്ന ഭാവമാണ് 9-ാം ഭാവം. അച്ഛനെ ചിന്തിക്കുന്ന ഭാവമാണ് 9-ാം ഭാവം. പരാശര മഹർഷിയുടെ പദ്ധതി പ്രകാരം 10-ാം ഭാവം കൊണ്ടാണ് അച്ഛനെ ചിന്തിക്കുന്നത്. പക്ഷെ പൊതുവിൽ വരാഹമിഹിരനടക്കമുള്ളവർ 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് പിന്നീടൊരു ചർച്ച വെക്കാം. ഇപ്പം ഗുരുവിനെ ചിന്തിക്കുന്നത് 9-ാം ഭാവം കൊണ്ടാണ്. നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള ഗുരു, നമ്മുടെ യോഗദീക്ഷ, തന്ത്രദീക്ഷ, അതുപോലെ തന്നെ തന്ത്രത്തിൽപ്പെട്ട മന്ത്രസാധനങ്ങൾ, ചക്രസാധനങ്ങൾ തുടങ്ങിയിട്ടുള്ള സർവ്വ വിഷയങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആൾ, അദ്ദേഹത്തെ ചിന്തിക്കുന്ന 9-ാം ഭാവം കൊണ്ടാണ്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് നേച്ചറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അത് നമ്മുടെ വാസന ഗുണം അനുസരിച്ചാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് പലതും. അതുകൊണ്ടാണ് പറഞ്ഞത് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 5ഉം 9ഉം ഭാവങ്ങൾ. അപ്പോൾ നമ്മുടെ ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഫോം ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് നേച്ചറിൻ്റെ ഭാഗമായിട്ട്. ഈ 9-ാം ഭാവമൊക്കെ പിഴച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, 9-ാം ഭാവമൊക്കെ മോശമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെക്കാനിക്കൽ ലൈഫായിരിക്കും. നമുക്ക് ആരൊക്കെയോ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോകത്തിൽ നിന്നും അതിനുള്ളിൽ വളരെ മെക്കാനിക്കലായിട്ട് ജീവിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. അതേസമയത്ത് 9-ാം ഭാവം ബലപ്പെടുകയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ ഒരു സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് ഉള്ളൊരു ലൈഫ് പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുകയും നമ്മുടെ ബിഹേവിയറും നമ്മുടെ ക്യാരക്ടറും ഒക്കെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അതിലൊരു സംശയമില്ല. അതുപോലെ തന്നെ 9-ാം ഭാവം ബലപ്പെടുകയാണെങ്കിൽ നമുക്കുള്ളിൽ നിന്നൊരു ഗുരു വർക്ക് ചെയ്യും, നേച്ചറിൽ നിന്നൊരു ഗുരു വർക്ക് ചെയ്യും. നമുക്ക് എല്ലാം ഷോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ ഡയറക്റ്റ് സ്വാധീനിക്കുന്ന സർവ്വ വിഷയങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് തരും. ഈ 9-ാം ഭാവത്തിൻ്റെ ക്വാളിറ്റിയാണത്. കാരണം എന്തോ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും. ഗട്ട് ഫീലിങ്സ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ, ഗട്ട് ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തോ പറയുന്നു, അല്ലെങ്കിൽ എനിക്കത് ചെയ്താൽ ശരിയാവും എന്നൊക്കെ ഉള്ളത്. ഒരു 3D വേൾഡിന് മുകളിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന 5ഉം 9ഉം ഭാവങ്ങളാണ്. ഈ 9-ാം ഭാവം പിഴയ്ക്കുമ്പോഴാണ് നമ്മൾ ബോറടിച്ച് റെസ്റ്റ് എടുത്ത് ടയേർഡായിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കുന്നതൊക്കെ. അതുപോലെ തന്നെ തോട്ട്സിൻ്റെ റിജിഡിറ്റി, ഡോഗ്മാറ്റിസം, ഒരു തരത്തിലുള്ള പ്രിൻസിപ്പിൾ ഇല്ലാത്ത ബിഹേവിയർ, അൺപ്രിൻസിപ്പിൾ ബിഹേവിയർ, അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നീതി, ധർമ്മം, ചാരിറ്റി, ഡൊണേഷൻസ്, അങ്ങനെ തുടങ്ങി 9-ാം ഭാവം എന്ന് പറയുന്ന അച്ഛൻ, ഗുരു, ദയ, നീതി, പുണ്യം, അങ്ങനെ തുടങ്ങി ഒരാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് ഈ 9-ാം ഭാവം കൊണ്ട്. 9-ാം ഭാവത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. ദാനം കൊടുത്താൽ അത് തിരിച്ച് വന്ന് കയറും. ആത്മാർത്ഥമായിട്ട് അളന്ന് കൊടുക്കാൻ കഴിയണം. അറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവുള്ളെന്ന് പറയണം. അത് അളന്ന് കൊടുക്കാൻ കഴിയണം. ഈ 9-ാം ഭാവത്തിന് സഹോദരൻ്റെ ഭാര്യാഭാവത്തെ ചിന്തിക്കും. അതുപോലെ തന്നെ ഭാര്യ സഹോദരനെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനെ, ഇളയ സഹോദരനെ ഒക്കെ ചിന്തിക്കും. അതുപോലെ തന്നെ 9-ാം ഭാവമാണ് കടൽ കടന്നുള്ള പോക്ക്, ഹൗസ് ഓഫ് ജേർണി, കടൽ കടന്ന് ഉള്ള യാത്രകൾ. അതുപോലെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഈ 9-ാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡീപ്പ് കണക്ഷൻ വിത്ത് നേച്ചർ. 9-ാം ഭാവത്തിലെ നീചഗ്രഹം, 9-ാം ഭാവാധിപൻ തല്ലിപ്പൊളിയായി പോവുക, ഇതൊക്കെ ഒരാളുടെ അഭിനയം മാത്രമേ കാണത്തുള്ളൂ. സ്പിരിച്വാലിറ്റിയിൽ ഉള്ളിലേക്ക് പോകില്ല.
ശരിക്കും ദേവജന്മങ്ങളായിട്ട് വരുന്നവർ, അതായത് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വരുന്നവർ, നല്ല മനുഷ്യരായിട്ട് വരുന്നവരും, ഹ്യൂമാനിറ്റി ധാരാളമുള്ളവർ എല്ലാവർക്കും ഈ 9ാം ഭാവവുമായിട്ട് നല്ല ബലം കാണും. ഏതെങ്കിലും തരത്തിൽ 9ാം ഭാവത്തിൽ നീചഗ്രഹങ്ങൾ ഉണ്ടാവില്ല. 9ാം ഭാവത്തിലൊക്കെ നീചഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 9ാം ഭാവത്ത് ഒരുപാട് ഗ്രഹങ്ങളൊക്കെ സ്വാധീനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നീട് നമുക്ക് നല്ല വിശാലമായിട്ടിട്ട് ചർച്ച ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാസ്റ്റേഴ്സ്, പല തരത്തിലുള്ള ഗുരുക്കന്മാരുടെ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ്, ഫാമിലിയിൽ നിന്നും കിട്ടുന്ന അറിവുകൾ, അച്ഛൻ്റെ പരമ്പരകളിൽ നിന്നും കിട്ടുന്ന അറിവ്, അച്ഛൻ്റെ കുടുംബദേവത, ധർമ്മദേവത, ഇതെല്ലാം ചിന്തിക്കുന്നത് 9ാം ഭാവം കൊണ്ടാണ്. ഈ ജന്മത്തെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് സഹായിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ജാതകത്തിലെ 9ാം ഭാവം. അതുകൊണ്ട് തന്നെ 9ാം ഭാവത്തിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തെ എല്ലാ തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളിത് പഠിച്ചാൽ 9ാം ഭാവം മോശമാവുന്നവരിൽ നിന്നും ഒരുപാട് പ്രതീക്ഷകൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ ബിഹേവിയർ കണ്ടിട്ട് 9ാം ഭാവം മോശമാണെങ്കിൽ അവർക്ക് ധർമ്മബോധം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. 9ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. ഈ ജന്മം സഞ്ചരിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് 1 മുതൽ 8 വരെയുള്ള ഭാവങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു. അടുത്തത് നേച്ചർ സപ്പോർട്ടായിട്ടുള്ള ഭാവമായിട്ടുള്ള 9ാം ഭാവം തരുന്ന അത്യാവശ്യം സൂചനകളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ്. നേച്ചറിൻ്റെ സപ്പോർട്ട്, ദൈവീകത, ഇതൊക്കെ പകുതിയാണെങ്കിൽ താൻ പാതി ദൈവം പാതി. അതിൽ ആദ്യത്തെ പാതിയായിട്ടുള്ള നമ്മുടെ കർമ്മഭാവമാണ് അടുത്തത്. അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാവമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.